ജീവിതത്തിൻ്റെ വലിയ മൂല്യവത്തായൊരു സമയം മനുഷ്യൻ്റെ സ്ക്രീനിൽ അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്ക് സ്കൂൾ പോകാൻ പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അവർക്ക് മെമ്മറി വർക്ക് ചെയ്യുന്നില്ല. എന്തേ? ഉറക്കം ലഭിക്കുന്നില്ല. അതന്നെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറഞ്ഞ പോലെ ശരീരത്തെ നിയന്ത്രിക്കുകയും ആ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വെക്കുകയും ചെയ്ത ആളുകൾ വിജയിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യന് തോന്നുന്നത് ചെയ്യാനുള്ളതല്ല ഈ ലോകം. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തിനാണ് ഇസ്ലാം? ഇവിടെ എന്തിനാണ് പ്രവാചകൻ? എന്തിനാണ് ഖുർആൻ? മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്നതും എനിക്കിഷ്ടമാണെന്ന് തോന്നുന്നതും മനുഷ്യന് പല വാക്കിലൂടെയും പറയാം. ഞാൻ മുസ്ലിമീങ്ങളോടാ പറയുന്നത്. സ്വതന്ത്രവാദികളോടോ യുക്തിവാദികളോടോ മതം വേണ്ടെന്ന് പറയുന്നവരോ പടച്ചോനില്ല എന്ന് പറയുന്ന അവരൊക്കെ അവരുടെ പാടിന് പോയിക്കോട്ടെ. മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളെയും നമ്മൾ നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരാണ്. നിയന്ത്രിക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അതുകൊണ്ട് ഹബീബിനോട് വന്ന് ചോദിച്ചു, നബിയേ വഹൽ യകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം. നബിയേ, ഹബീബായ നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ അനുഹാസബു അലാ മാ നഖൂൽ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാളെ ചോദ്യമുണ്ടോ നബിയേ? ഞങ്ങൾ പലതും ഇങ്ങനെ കളകള സംസാരിച്ചു പോകുന്നവരാണ്, പലതും പറഞ്ഞു പോകും. നമ്മൾ ചെയ്യുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്ത് ചോദ്യമാ നിങ്ങൾ ചോദിച്ചത്? മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ വാക്കുകളല്ലേ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വാക്കുകളാണ്. അതിങ്ങനെ ലൈസൻസ് ഇല്ലാണ്ട് വിടാനുള്ളതല്ല. അത് കൃത്യമായ അളന്ന് മുറിച്ച് തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും വെറുതെ പറയുന്നതാണെങ്കിൽ പോലും ആലോചിച്ചേ പറയാവൂ. മുആദേ, നിങ്ങൾക്കറിയുമോ ജനങ്ങളുടെ മുഖം നിലത്ത് വലിച്ചുകൊണ്ട് മലക്കുകൾ ഒരു കൂട്ടം ആളുകളെ കാലിൽ പിടിച്ച് അവരുടെ മുഖം നിലത്ത് ഉരസുന്നുണ്ട്. അങ്ങനെ കാലിൽ പിടിച്ച് മുഖമുരസിയിട്ട് നരകത്തിലേക്ക് അവരെ ഫ്ലോറിൽ റബ്ബ് ചെയ്ത് വലിച്ചു കൊണ്ടുവരുന്ന പോലെ നരകത്തിലേക്ക് അവരെ കാസ്റ്റ് ചെയ്യുമ്പോൾ, വലിച്ചെറിയുമ്പോൾ മുആദേ നിങ്ങൾ അറിഞ്ഞോ, അങ്ങനെ എറിയപ്പെടാൻ കാരണമായത് അവര് പറഞ്ഞതും എഴുതി വെച്ചതുമാണ്, അവര് പറഞ്ഞ വാക്കുകളാണ്. എന്നാ വാക്കുകൾ എഴുതി വെക്കുക, ടൈപ്പ് ചെയ്യാൻ മനുഷ്യൻ പോസ്റ്റ് ചെയ്യാൻ. അവനവന്റെ അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ടും അല്ലാത്ത അക്കൗണ്ടും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ? അടിച്ചെഴുതി വിടുകയാണ്. ഏതൊന്ന് പറയാൻ പാടില്ലയോ അത് എഴുതാനും പാടില്ലെന്നാണ്. മുആദേ ഇല്ലാ വഹൽ യകുബ്ബുന്നാസ അലാ വുജൂഹിഹിം. വേറെ റിവായത്തിൽ ഔ ഖാല അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മനുഷ്യനോട് വാക്കുകളെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിക്കാൻ വന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹും ത്വലാഖും മനുഷ്യൻ പറയുന്ന വാക്കുകളെ ആസ്പദമാക്കിയുള്ളതാണ്. മനുഷ്യന്റെ വാക്കാണ്, നാവിലൂടെ വരുന്ന 1-2 വാചകങ്ങളാണ് നിക്കാഹും ത്വലാഖും. റജഅത്തും തിരിച്ചെടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. പണമിടപാടുകൾ അങ്ങനെയാണ്, കച്ചവടം എങ്ങനെയാണ്, സാംസ്കാരിക ബന്ധങ്ങൾ എങ്ങനെയാണ്, നിലപാടുകൾ എങ്ങനെയാണ്, എല്ലാം മനുഷ്യന്റെ വാക്കുകളാണ്. ജറാഹാത്തുസ്സിനാനി ലഹൽതിയാമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. കുന്തമുനകളെ കൊണ്ട് ആഴത്തിൽ കുത്തിയാൽ, അത് ശരീരത്തിൽ മുറിവേറ്റാൽ ആ കുന്തമുന കാരണമുണ്ടായ മുറിവ് മാറിപ്പോയേക്കും. ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ അടയാളമൊക്കെ ഉണ്ടാവും, മുറിവ് മാറും. എന്നാൽ മനുഷ്യന്റെ നാവ് കൊണ്ടുണ്ടാക്കിയ മുറിവ് മാറാൻ വലിയ പ്രയാസമാണ് അല്ലേ? നാവിന്റെ മുറിവ് മാറാൻ പ്രയാസമാണ്. അല്ലാത്ത മുറിവൊക്കെ ഓയിൻമെന്റ് തേച്ചാൽ മാറിയെന്ന് വരും, തുന്നിപ്പിടിപ്പിച്ചാൽ കൂടിച്ചേർന്ന് വരും. എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ? മനുഷ്യന്റെ മനസ്സിനേൽക്കുന്ന മായാത്ത ചില മുറിവുകളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മുആദേ നമ്മൾ ചെയ്യുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ, പറയുന്നതിന് കുഴപ്പമില്ല എന്ന്. എവിടുന്നാ നിങ്ങൾ മനസ്സിലാക്കിയത്? മനുഷ്യൻ പറഞ്ഞ വാക്കുകളെ കൊണ്ടല്ലയോ
ആ ആളുകളെ മുഖത്ത് വലിച്ചിഴച്ചിട്ട് മലക്കുകൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. കൈപിടിച്ചുകൊണ്ട് തള്ളില്ല, മുഖം നിലത്ത് കുത്തി വലിച്ചു കൊണ്ടുപോകും ചില ആളുകൾ. അങ്ങനെ എന്തേ? ആ മുഖം ഉപയോഗിച്ചുകൊണ്ടായി പറയണതൊക്കെ. ചില ആളുകളെ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് തൂക്കിയെറിയുന്നതാണ് നരകത്തിലേക്ക്. യാ അല്ലാഹ്, അല്ലാഹുമ്മ അഇദ്നാ മിനന്നാർ മിൻ അദാബിഹാ വഹമീമിഹാ വസമൂമിഹാ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നീ കാത്തുകൊള്ളണേ പടച്ചവനെ. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാഹിഷൻ വലാ മുതഫഹിഷാ. ഒരു ഫൗൾ ലാംഗ്വേജ്, മോശപ്പെട്ട പ്രയോഗങ്ങൾ പുണ്യനബി ഉപയോഗിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശപ്പെട്ട ഒരു വാക്ക് ഹബീബ് ഉപയോഗിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോശപ്പെട്ട ഒരു വാക്ക് നബി ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ. നബി ഞങ്ങളെങ്ങാനും ആരെയെങ്കിലും അവർ ചെയ്ത പ്രവർത്തനങ്ങളിൽ അവരോട് വെറുപ്പുണ്ടെങ്കിൽ ഹബീബായ നബി ഞങ്ങൾ ഏറ്റവും ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്ന വാക്ക് മാലഹു തരിബ ജബീനു. മാലഹു, എന്താണ് അയാൾക്ക് പറ്റിയത്? തരിബ ജബീനുഹു, അയാളുടെ നെറ്റി മണ്ണിൽ കുത്തട്ടെ, അയാളുടെ നെറ്റി മണ്ണിൽ ഉരസട്ടെ. അതൊരു പ്രയോഗമാണ്, ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന വാക്കാണ്. അത് വല്ല അസഭ്യമുണ്ടോ? നെറ്റി മണ്ണ് അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. നെറ്റി മണ്ണിൽ ഉരസട്ടെ. മാലഹു തരിബ ജബീനുഹു എന്ന് പറയും. അതിനപ്പുറത്തേക്ക് തങ്ങള് ചീത്ത പറയൂല. ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഷയം, നമ്മളൊക്കെ പഴമക്കാരൊക്കെ പറയുന്നൊരു ഉളുപ്പില്ലാതെ എന്നൊക്കെ പറയില്ലേ, ഉളുപ്പില്ലാതെ മോശപ്പെട്ട വാക്കുകൾ പറയാ. അത് പ്രാങ്ക് കോളാണെങ്കിലും അല്ലെങ്കിലും ചില ആളുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ടാഗ് ചെയ്ത് ആരെങ്കിലും വെച്ച കമന്റ് മേലെ വെച്ചിട്ട് കൊടുക്കുന്ന മറുപടിയാണെങ്കിലും തോന്നിവാസം ഉറക്ക വിളിച്ചു പറയാ. അതിൽ ഉമ്മ, വാപ്പ, കുടുംബം എല്ലാവരും വരും, അവരൊക്കെ ചീത്ത പറയും. പിന്നെ പൊറുക്കപ്പെട്ട കുറെ ജീവികളുടെ പേരുമേൽ വരും. ഇങ്ങനെ തോന്നിവാസം പറയാ. അത് കേൾക്കാനും അത് ലൈക്ക് ചെയ്യാനും അതിനും കുറെ ആൾക്കാർ. പച്ചയായ വ്യഭിചാരത്തിന്റെ പച്ചയായ ആംഗ്യവിക്ഷേപങ്ങളും വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന വിധമുള്ള ബോഡി ലാംഗ്വേജുകളും അങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുത്ത് വിടുന്ന പെണ്ണുങ്ങൾ, ആണുങ്ങൾ, അതിനൊന്നൊരു കുഴപ്പമില്ല. അതിനൊക്കെ കൈകൊട്ടി സ്വീകരിക്കാനും ലൈക്കടിക്കാനും കുറേ ആൾക്കാരിയ്ക്കുകയാണ്. നമ്മൾ പൊതുസമൂഹത്തോടല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. നമുക്കിത് പറ്റില്ല. നമുക്കിവിടെ ചില നിയന്ത്രണങ്ങൾ വേണം. എല്ലാം വിളിച്ചു പറയാൻ പറ്റില്ല. നിങ്ങളൊരു മുസ്ലിം പേര് നിങ്ങളിലുണ്ടോ? ഒരു സംസ്കാരം പുണ്യനിബിധങ്ങൾ പഠിപ്പിച്ചു തന്നത് ചേർത്ത് വെക്കേണ്ടതുണ്ട് കൂടെ. അങ്ങനെ ആളുകൾക്ക്, നാട്ടുകാർക്ക് മുഴുവനും തോന്നിവാസം വെച്ച് മറുപടി പറയാൻ നിന്നാൽ നമ്മുടെ അമലുകൾ വല്ലതും ബാക്കിയുണ്ടാവോ? നമ്മുടെ തോളിലും നമ്മുടെ ഹിസാബിലും നമ്മുടെ റെക്കോർഡിലും എന്തെങ്കിലും ബാക്കിയുണ്ടാവോ? ആളുകൾ എന്തൊക്കെ പറയും? ആളുകൾ പറയുന്നത് മറുപടി കൊടുക്കാൻ നിൽക്കുക. തോന്നിയത് പറയും, എഴുതിയെന്ന് വരും. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാൻ കഴിയുന്ന വിധം അതിലിടപെടാൻ കഴിയുന്നവർ മാത്രമേ ആ മേഖല കൈകാര്യം ചെയ്താൽ മതി. അല്ലാതെ ഓരോരുത്തരും പറയുന്നതിന് ഇങ്ങനെ മറുപടി കൊടുക്കുക, അതും പച്ചയായ അസഭ്യം വിളിച്ചു പറയാ. മനുഷ്യന്റെ കിടപ്പറ രഹസ്യങ്ങൾ വിളിച്ചു പറയാ. ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ വരുന്നത്, അതിന്റെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തുന്നത്, മനുഷ്യനിൽ നിന്ന് തിന്മകൾ ഉദ്ദീഭവിക്കുന്ന വിധമുള്ള ചിന്തകളെ പൊതുസമൂഹത്തിന് വിളമ്പിക്കൊടുക്കുന്നത്, ഇതൊക്കെ മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. നമ്മളിത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ റസൂലിനത് ഇഷ്ടമായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷാ. അവിടുന്ന് മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞിരുന്നില്ല. കുട്ടികളൊക്കെ സ്കൂളിലും ഈ മദ്രസയിലാണെങ്കിലും പൊതു സ്ഥലത്താണെങ്കിലും ആദ്യം പഠിക്കുന്നത് ഒരു ഭാഷയിലെ മോശപ്പെട്ട വാക്കുകളായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കുറച്ച് കുട്ടികളൊക്കെ ഡീസൻസിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ കുറേ വേർഡ്സ് അസഭ്യം പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കുട്ടികൾ, ഞാൻ അധ്യാപകനാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്.
അപ്പോൾ കുട്ടികൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കാണുമ്പോൾ അവർ പറയാ, സാർ എന്നെക്കുറിച്ച് ആ കുട്ടി എസ് വേർഡ് പറഞ്ഞു, എഫ് വേർഡ് പറഞ്ഞു, ആൽഫബറ്റിലെ എല്ലാ അക്ഷരങ്ങൾക്കും ഒരു തോന്നിയാസ വേർഡ് ഉണ്ട്, ഈ ആൽഫബറ്റ് മുഴുവൻ പറയും. അതും ഒരു നല്ലതാ. ആ പറഞ്ഞ വാക്ക് ആവർത്തിക്കാതിരിക്കേണ്ടത്. എന്നെപ്പറ്റി ഇവൻ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞവൻ പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണെങ്കിൽ അത് മോശമാണല്ലോ. അപ്പോൾ പറയും എസ് വേർഡ് പറഞ്ഞു, എൻ വേർഡ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അക്ഷരങ്ങൾ എ വേർഡ് പറഞ്ഞു, ബി വേർഡ് പറഞ്ഞു എന്ന് വന്ന് പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ ഭാഷയിലും മനുഷ്യൻ്റെ രഹസ്യഭാഗങ്ങളെ സൂചിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ സ്വകാര്യതകളെ സൂചിപ്പിക്കുന്നത്, ആൺ പെൺ സംസർഗത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഇതൊക്കെയായിരിക്കും കേട്ടാൽ ഉടനെ ഗ്രാസ്പ് ചെയ്യും കുട്ടികൾ. നമ്മളെ മലയാളികളൊക്കെ ഉണ്ട് അറബികൾക്ക് പച്ചയായ തോന്നിവാസം പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ അറബി ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറയാം, സാധുവിന് അറിയില്ല ഈ പറയണത് പറയാൻ പാടില്ലാത്ത വാക്കാണെന്ന്. വിപ്രന്ന് ചിരിക്കുണ്ടാവും. അർബാബ് പറയട്ടെ എന്നും പറഞ്ഞിട്ട് ചെയ്യരുതത്. അങ്ങനെയൊന്നും തമാശകൾക്കൊക്കെ ചില നിയന്ത്രണങ്ങൾ വേണം എന്ന് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടതുണ്ട്. തമാശ എന്ന് പറയുമ്പോൾ അതിർവരമ്പുകളെ ലംഘിക്കരുത്. എനിക്ക് തോന്നുന്നു ഇത്തരം ഉണർത്തലുകളൊക്കെ എത്രയോ നേരത്തെ സജീവമായും സമൂഹത്തിൽ പണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ടതായിരുന്നു. വളരെ വൈകിപ്പോയി. കുറേ ആളുകൾ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, കേൾക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആഭാസം ഒരു കലയായി മാറ്റുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഹബീബായ നബി തങ്ങൾ പറയട്ടെ, ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാദ്. ജഅദരി ഉതീതു ജവാമിഅൽ കലിം. വാക്കുകളിൽ ഏറ്റവും അർത്ഥമേറിയ വാക്കുകൾ, അക്ഷരങ്ങൾ ചുരുങ്ങിയത്, ആശയങ്ങൾ വിശാലമായത്, അത്തരം വാക്കുകളെ എടുത്തു പറയാനുള്ള ഒരു കഴിവ് അള്ളാഹു എനിക്ക് തന്നതാണെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട ഒന്നാണിത്. ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാദ്. ജഅദരി. ഞാൻ ഈ ഹദീസ് കണ്ടപ്പോ പടച്ചോനെ എന്തായിരിക്കും ഈ ജഅദരി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. ജഅദരിൻ ജവാദ്. ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാദ് സഖാബിൻ ബിൽ അസ്വാഖ് ജീഫത്തിൻ ബിൽ ലൈൽ ഹിമാരിൻ ബിൻ നഹാർ ആലിമിൻ ബിദ്ദുനിയ ജാഹിലിൻ ബിൽ ആഖിറ. മുസ്ലിം ഉമ്മത്തിന്റെ അറിവില്ലായ്മയിലൂടെ സഞ്ചരിക്കുന്ന ഒരു തലമുറയുടെ ഒരു നേർചിത്രമാണോ ഹബീബി പറയുന്നത്? ഇന്നല്ലാഹ യുബ്ഗിദു. അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹു ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇനി ശേഷം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അള്ളാന്റെ കോപമിറങ്ങുന്നുണ്ട്. ആ കോപമിറങ്ങിയാൽ ചുറ്റുവട്ടങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുന്നത് കാണാം. ചുറ്റുവട്ടങ്ങളിൽ നിന്നും പുഞ്ചിരികൾ അസ്തമിക്കുന്നത് കാണാൻ കഴിയും. ചുറ്റുവട്ടങ്ങളിൽ നിന്നുമുള്ള വിളക്കുകൾ അണയുന്നത് കാണാൻ കഴിയും. എന്തേ? അല്ലാമുൽ ഗുയൂബായ അല്ലാഹുവിന്റെ ദേഷ്യം ഈ മനുഷ്യന്റെ തലയിൽ വന്ന് വീണിരിക്കുകയാണ്. ആരാണതെന്ന് അറിയണ്ടേ? കുല്ല ജഅദരിൻ ജവാദ്. ജഅദരി എന്ന് പറയുന്നത് അൽ ഗലീദുൽ മുതകബ്ബിർ, പരുഷമായ പെരുമാറ്റമുള്ള, ഒരു നന്മയും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ധിക്കാരികൾ. ആര് പറഞ്ഞു കൊടുത്താലും ആ പറഞ്ഞ ആൾക്കാരെ ട്രോളും, അവരെ കളിയാക്കും, അവരെ പരിഹസിക്കുക. നല്ലത് പറഞ്ഞു കൊടുത്താൽ അവരെ പരിഹസിക്കുക. അതൊരു കലയാണെന്ന് അപ്പത്തെ കാലത്ത് അതൊരു കലയാണ്. ആർക്കും ആരെയും ഉപദേശിക്കേണ്ട എന്ന് തോന്നുന്ന ഒരു കാലം. മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയ വേറെല്ലൊന്നും കത്തിമോലെടുത്ത് വരാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ സമൂഹത്തോടാണ് പറയണത്. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. മുസ്ലിമീങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. മുസ്ലിം നാമം വെച്ചിട്ട് ID ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലും എവിടൊക്കെയാണോ, യൂട്യൂബിലാണോ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളായി മനസ്സിലാക്കപ്പെടാൻ ഇടയുള്ളവർ, അവർ ഒരു ഡിസിപ്ലിൻ, ഒരു മാനർ, സം എറ്റിക്കറ്റ്സ് ഷുഡ് ബി ഫോളോഡ്. നിർബന്ധമാണ് ഈ ഉമ്മത്തിന് വിചാരിച്ച്. നമ്മളൊരു സംസ്കാരത്തിന്റെ ആളുകളാണ്. നമ്മൾ തോന്നിയത് പെൺകുട്ടികൾ നല്ല ഹിജാബ് കിട്ടുന്നുണ്ടാവും, തല മറച്ചിട്ടുണ്ട്, ഒരു യൂട്യൂബറാണ്, എന്നിട്ട് ബോഡി മൊത്തം എക്സ്പോസ്ഡ് ആണ്. വാക്കുകൾ അസഭ്യമായത് പറയാ, വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന ടാബൂസ്. എന്ത് സംസ്കാരമാണ് പടച്ചവനെ! എന്ത് ഹിജാബികളാണ് ഈ കുട്ടികൾ! അവർ കാണിച്ചു കൂട്ടുന്ന ചില ഡാൻസുകൾ, ചില പെർഫോമൻസ്
ദീനിനോ അവർ കൊണ്ടു നടക്കുന്ന സംസ്കാരത്തിനോ വേഷവിധാനത്തിനോ പോലും യോജിക്കുന്നതാണോ എന്ന് പൊന്നുമക്കളെ ഒന്ന് ആലോചിച്ച് ചെയ്യണേ. ദയവ് ചെയ്ത് പുണ്യ നബിയുടെ ഉമ്മത്തികളായി നാളെ ഹബീബിനോട് ഷഫാഅത്ത് ഇരന്നു വാങ്ങേണ്ടവരാണ് നമ്മൾ. ഹബീബിന്റെ അരികത്ത് ചെന്ന് പുണ്യ നബിയെ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മാപ്പിനെ ചോദിക്കണേ എന്ന് ഹബീബിനോട് ഷഫാഅത്ത് ചോദിക്കേണ്ട ആളുകളായിരിക്കും നമ്മൾ. ഇന്നഹു ലൻ യുദ്ഖില അഹദകുമുൽ ജന്നത അമലുഹു, നിങ്ങളിൽ ആരുടെയെങ്കിലും ചെയ്ത നിസ്കാരമോ നോമ്പോ ഹജ്ജോ ദാനമോ നിങ്ങൾ കൊടുത്ത പാട്ടപ്പിരിവിന് വരുമ്പോൾ ബക്കറ്റിലിട്ട് കൊടുക്കുന്നത്, ദാനം ചെയ്തു കൊടുക്കുന്ന നിങ്ങളുടെ ഈ സംഭാവനകളെ കൊണ്ട് നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാം, സ്വർഗം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെയോ? അപ്പൊ അവര് ചോദിച്ചു നബിയെ, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയും അങ്ങനെ തന്നെയാണോ? പറഞ്ഞു വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്നെ അങ്ങ് പൊതിഞ്ഞാലല്ലാതെ എനിക്കും എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ല. പിന്നെയോ? അല്ലാഹുവിന്റെ ഔദാര്യം വേണം. ഔദാര്യം കിട്ടണമെങ്കിൽ അല്ലാഹ് പറഞ്ഞ പോലെ ദുനിയാവിൽ ജീവിക്കണം. അതിന് ദാനം ചെയ്യണം, നിസ്കരിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, സമൂഹത്തെ സേവിക്കണം, ഇൽമിനും അമലിനും പ്രാധാന്യം കൊടുക്കണം. അത് ചെയ്യുന്നിടത്തെ അള്ളാഹുവിന്റെ ഔദാര്യം ലഭിക്കും. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്നാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹബീബിന്റെ ഷഫാഅത്ത് നമ്മൾ ചോദിച്ച് യാചിച്ചു വാങ്ങിക്കേണ്ടവരാണ്. ആ പേര് വെച്ച് നടക്കുമ്പോഴേ. അതുകൊണ്ട് എൻ്റെ പ്രിയങ്കരരായ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്ന ആളുകൾ ദയവ് ചെയ്ത് അത്തരം ചില എറ്റിക്കറ്റുകൾ നമ്മൾ പാലിക്കുക. നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടുകൂടെ ദീനിന് പുണ്യനിബിധങ്ങളുടെ നമുക്ക് പഠിപ്പിച്ചെന്ന സംസ്കാരത്തിന് വിരുദ്ധമായ രീതിയിൽ കല എന്ന ഒരു ലേബലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം നമ്മൾ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ സമ്പാദിക്കാനുള്ള ഈ ശ്രമം അത് വളരെ ബലഹീനമാണ്. അത് ചെയ്യരുത്. പുണ്യനബി ഞങ്ങൾ പറയാൻ അള്ളാഹുവിന് ദേഷ്യമാണ്. പടച്ചവൻ ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്ത് കിട്ടാനാണ്? മാദാ ഹസല മൻ ലം യഹ്സുലില്ലാഹ്, അള്ളാഹുവിനെ കിട്ടാത്തവന് എന്താ കിട്ടിയത്? മാദാ ഖസിറ മൻ ഹസലല്ലാഹ്, അള്ളാഹുവിനെ കിട്ടിയവന് എന്ത് നഷ്ടം അവിടെ സംഭവിച്ചത്? അള്ളാഹുവിനെ കിട്ടുക തന്നെയല്ലേ വലുത്. അത് കിട്ടിയവന് എന്ത് നഷ്ടമെങ്കിൽ എന്താ? അവൻ എന്ത് നഷ്ടം സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. റബ്ബിനെ കിട്ടിയില്ല, വ്യൂവേഴ്സിന്റെ ഫോളോവേഴ്സിന്റെ എന്ത് കിട്ടി? മാദാ ഹസല മൻ ഖസിറല്ലാഹ്, what have you learned, what have you earned when you lost Allah? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ദേഷ്യമാണ്. കുല്ല ജഅദുരീൻ ജവാദ്, നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ കൊഞ്ഞനം കാണിക്കുന്ന അഹങ്കാരിക്കാണ് ജഅദുരി എന്ന് പറയുന്നത്. നല്ലത് പറഞ്ഞു കൊടുത്താൽ കേൾക്കും, അത് കളിയാക്കുക, അതിനെ ട്രോൾ ചെയ്യുക. ജവാദ് എന്ന് പറയുമ്പോൾ വാരിക്കോരി കൂട്ടണം എന്ന് ചിന്തിക്കുകയും തൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ദാനമായി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അറുപിശുക്കന്മാർ, അവരാണ് ജവാദ്. അവരെല്ലാവരും അവനവൻ്റേത് എനിക്ക് 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 എന്ന് പറയും. അവരിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കില്ല. അങ്ങനത്തവർ അല്ലാഹുവിന്റെ ദേഷ്യം വരും. അവരുടെ കച്ചവടം തകരും. അവരുടെ മനക്കോട്ടകൾ ഇടിഞ്ഞു പൊളിയും. എന്തേ? അല്ലാഹുവിന്റെ കോപം അവരിൽ സംഭവിച്ചിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു സ്വഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്ന ആളുകൾ. ഇത് പുരുഷന്മാരെ കുറിച്ചേ പറഞ്ഞത്. അത് പെണ്ണുങ്ങൾ കൂടെ ഏറ്റെടുത്ത എന്തായിരിക്കും അവസ്ഥ? ഒച്ച വെച്ച് ചിരിക്കുക, ഒച്ച വെച്ചിട്ട് ആർത്ത് തിമർത്ത് ഉല്ലസിക്കുക, അതും ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് ഡാൻസ് കളിച്ചിട്ടും അല്ലാതെയും. മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോടെ പറയണട്ടോ, അല്ല സ്വതന്ത്രവാദികളൊന്നും എണീറ്റ് വരണ്ട, നിങ്ങളവിടെ കിടന്നോളൂ, നിങ്ങളോടല്ല പറയുന്നത്. മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോട് പറയാ. അവർ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, നല്ല അച്ചടക്കമുള്ള വേഷവിധാനമാണ്, പക്ഷെ ചെയ്യുന്ന പണി ഈ ദീനിന്റെ സംസ്കാരത്തിനോട്, പുണ്യനബി തങ്ങൾ പറഞ്ഞ അധ്യാപനത്തോട് യോജിക്കുന്നില്ല. തിരുത്തണ്ടേ? നമ്മൾ തിരുത്താൻ തയ്യാറല്ലാത്തവരെയാണ് ജഅദുരി എന്ന് പറയുന്നത്. പുരുഷന്മാരോട് പറയാ അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കരുത്. സൂപ്പർ മാർക്കറ്റിലാണ്, ഒരു ഷോപ്പിൽ കയറാൻ, കച്ചവടം നടക്കുന്നിടത്താണ് ബഹളം വെച്ച് സംസാരിക്കുക, അത് ചെയ്യരുത്. മനുഷ്യൻ എപ്പോഴും സോഫ്റ്റ് ടോക്ക്, സൗമ്യമായി സംസാരിക്കാൻ പഠിക്കണമെന്നാണ്. ബഹളം വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു രാവിലെ വൈകുന്നേരം വഴിക്ക് സൗണ്ടൊക്കെ പോയിട്ടുണ്ടാവും. എന്ത്? വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി നടക്കുക, ഒരു പണിയില്ല.
സ്വഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ബഹളം വെച്ച് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ അത് ഷോപ്പിംഗ് മാളുകളാണെങ്കിലും മാർക്കറ്റുകളാണെങ്കിലും മിഠായി തെരുവാണെങ്കിലും ഹലുവ തെരുവാണെങ്കിലും എവിടെയാണെങ്കിലും ആണും പെണ്ണും മിതമായ ശബ്ദത്തിലെ പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ എന്ത് നന്മയുണ്ടെന്ന് ചോദിക്കുന്നവര് ഇതൊക്കെ നന്മന്നല്ലേ പറയുന്നത്? സംസ്കാരം. നമ്മൾ പടിഞ്ഞാറൻ നാടുകൾ അവരുടേതായ സാംസ്കാരിക ച്യുതി അതിൽ കൂപ്പുകുത്തി നിൽക്കുന്നവരാണ്. എന്നാലും ചില നന്മകൾ, ചില നല്ല സ്വഭാവങ്ങൾ അവരിൽ കാണപ്പെടുന്നു. നമ്മൾ സ്വീകരിക്കണം. ഒന്നും ഉറക്കെ സംസാരിക്കൂല. ഞാനെൻ്റെ കൂട്ടുകാരനും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ, നമ്മൾ മലയാളികൾ കണ്ടുമുട്ടുമ്പോൾ യൂറോപ്പിലോ ഞങ്ങൾ ലണ്ടൻ ടു സ്കോട്ട്ലൻഡ് യാത്രയിലായിരുന്നു. അപ്പോൾ ട്രെയിനിൽ നമ്മൾ അധികം ആൾക്കാർ ക്യാബിനിൽ ഞങ്ങൾ കുറച്ച് ആളുകളേ ഉള്ളൂ, അപ്പുറത്തേക്ക് ആളുകളില്ല. അപ്പം ഞങ്ങളിത് നാട്ടിലത്തെ കഥയും പട്ടാമ്പിയിലെ കഥയും അങ്ങനെ നാട്ടിലെ പരിസരത്തുള്ള അവരുടെ നാട്ടിലെ കഥയും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ച് കത്തി 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 നമ്മളുടെ ഈ മലയാളികളുടെ ഭാഷ തന്നെ ഒരു ശബ്ദമുള്ള ഭാഷയാണ്. നമ്മുടെ അക്ഷരങ്ങൾ തന്നെ അങ്ങനെയാണ്. മലയാള ഭാഷ തന്നെ ഒരു ശബ്ദമുള്ള ഭാഷ. ഞങ്ങൾ അറബികളിൽ പോയി അവർ പെട്ടെന്ന് നോക്കും ആരെയും അർത്ഥം മലബാരി. അപ്പം എന്തേ നമ്മുടെ ആ ഒരു ശബ്ദവും നമ്മുടെ ഭാഷയും അതറിയാത്ത ആളുകൾക്ക് വലിയ അരോചകമായിരിക്കും. അത് നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാത്തൊരു ഭാഷ ഉറക്കം ഒരാൾ അടുത്തുനിന്ന് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സായിപ്പ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, പിന്നെ ദിസ് ഇസ് എ ക്വയറ്റ് സോൺ, ക്യാൻ യു ബിലീവ് ക്വയറ്റ്? അപ്പം ഞാൻ ആകെ തലതാഴ്ത്തിപ്പോയി. അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ പരിസരം മറന്നുപോയി, നമ്മൾ അധികം കുറച്ച് ഒച്ചയിലാണ് സംസാരിച്ചെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. ആ സായിപ്പ് അവിടെ കുറച്ച് ദൂരെ ഇരിക്കുകയാണ്. അയാൾ വന്നിട്ട് പറയാണ്, ഇത് മെല്ലെ സംസാരിക്കേണ്ട സ്ഥലമാണ്, ഇതൊന്ന് മെല്ലെ സംസാരിച്ചൂടെ എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അറിയണത് നമ്മൾ ഉറക്കെ പറയണത്. നമുക്ക് തോന്നിയിട്ടില്ല, ലോക്കൽ സൗണ്ടിലായി പറയണത്. ബഹളം വെക്കുന്നല്ല, ട്രെയിനിലല്ലേ, 4 മണിക്കൂർ ട്രെയിനിലാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരു പൊതുസ്ഥലത്ത് മെല്ലെ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരം നമുക്കുണ്ട്. സ്വഹാബിൻ ബിൽ അസ്വാഖ്. ഇത് എന്നാണെന്നറിയോ? റുക്കാദ് മേളയിലും മക്കയിലെ സൂഖ് ദീ മജാസിലുമൊക്കെ അന്നത്തെ അറബികൾ ബഹളം വെച്ച് കച്ചവടം ചെയ്യുന്ന കാലത്ത് നബി തങ്ങൾ പറഞ്ഞ വാക്ക, അങ്ങാടികളിൽ ബഹളം വെക്കരുത്. അന്ന് ബഹളം വെക്കലൊരു കൾച്ചറാണ്. റുക്കാദ് മേളകൾ എന്ന് പറയുന്നത് കവികൾ ഒത്തുകൂടുന്ന വലിയ മഹാസംഗമങ്ങളാണ്. അവിടെ വെച്ചാണ് വലിയ വലിയ കവിതകൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കവിതകളാ കഅബാലയത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അവർ തൂക്കി വെക്കുന്നത്. അതിനെയാണ് മുഅല്ലഖാത്തുകൾ എന്ന് വിളിക്കപ്പെട്ടത്. പുണ്യനബി നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പത്തെ കാലഘട്ടം. അന്ന് പറഞ്ഞു സ്വഹാബിൻ ബിൽ അസ്വാഖ്, അല്ലാഹുവിന് ഇഷ്ടമല്ല പൊതുസ്ഥലങ്ങളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്നവർ. അത് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും പൊതുജനങ്ങൾ കൂടുന്നിടത്ത് നമ്മൾ ഒച്ച വെച്ച് സംസാരിക്കരുത്. ഇതൊരു കൾച്ചറാണ്. അത് മറ്റു സമുദായങ്ങളിൽ നിന്ന്, മറ്റു രാജ്യക്കാരിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കേണ്ട ഒരു നല്ല കാര്യം. നമുക്കൊരുപാട് നന്മകളുണ്ട്, എന്നാൽ നമുക്ക് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ലത് സ്വീകരിക്കുക, അല്ലാത്ത ഒഴിവാക്കാം. അത്തരം ആളുകളിൽ നിന്ന് അള്ളാഹു ബറക്കത്ത് എടുത്തു കളയുന്നത് കാണാൻ കഴിയും. എന്തേ? അള്ളാഹു അവരോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, ജീഫത്തിൻ ബില്ലൈൽ ഹിമാരിൻ ബിന്നഹാർ. ജീഫത്തിൻ ബില്ലൈൽ, രാത്രി കിടന്നുറങ്ങാൻ ചെന്നാൽ ഒരു ശവമായി കിടക്കുന്നവർ. അതിനർത്ഥം എന്താണെന്നറിയോ? രാത്രി എഴുന്നേറ്റ് തഹജ്ജുദിനോ സുബഹിക്കോ എഴുന്നേൽക്കാത്ത ആളുകൾ എന്നാണ് പറഞ്ഞതിനർത്ഥം. ശവം കിടക്കണ പോലെ ജീവനില്ലാത്തൊരു കിടത്തുണ്ട്. ആളുകൾ പറയില്ലേ, ഉച്ചയ്ക്ക് 2 മണിക്ക് എണീക്കല്. അങ്ങനെ എണീറ്റില്ല എന്ന് കണ്ടപ്പോൾ തുറന്നു നോക്കുമ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞത്, സംഗതി ജീവൻ പോയിട്ടുണ്ട്. അങ്ങനെ പറയാറില്ലേ? എന്ത് നോൺ സ്റ്റോപ്പ് ഉറക്ക്? രാത്രിയിലെ ടർഫും കളിയും മാച്ചും ഫുട്ബോളും കഴിഞ്ഞ് വരുന്ന കിടക്കുന്നത് 3 മണി, 4 മണി 4:30 സുബഹിൻ്റെ സമയമായി തുടങ്ങി. അപ്പോൾ പൊറാട്ടയും ബീഫും അടിച്ചിട്ടാണ് വന്ന് കിടക്കണത്. പിന്നെ എപ്പോഴും എഴുന്നേൽക്കുക? അസറിനും മഗ്‌രിബിനല്ലാണ്ട് കളിക്കാൻ പോകും. നമ്മൾ കളിച്ച് കുറേ കാലറി ബേൺ ചെയ്യും. നല്ല കിതച്ച് ഓടി മണിക്കൂറുകളോളം ഒരുപാട് കാലറി ബേൺ ചെയ്ത്, ഫാറ്റൊക്കെ ബേൺ ചെയ്ത് നല്ല തടിയായി വെച്ച് വല്ല വെള്ളമോ ജ്യൂസോ കുടിച്ച് കിടന്നാൽ മതി. എന്നിട്ട് പോയിട്ട് നമ്മളെ തെരുവ് കച്ചവടങ്ങളിൽ പോയിട്ട് നല്ല പൊറാട്ടയും ബീഫും അടിച്ച് വരിക. എന്ത് കാര്യം ഉണ്ടായി? എന്നിട്ട് എന്തിനാ കളിക്കാൻ പോയത്? എന്നിട്ട് ശവമായിട്ട് കിടക്കുക. സംസ്കാരമുണ്ടോ? ഇല്ല. കളിയുണ്ട്, അതിന് പേയ്മെൻറ്റ് കൊടുത്തതല്ലേ ടർഫിന്. പോയി കളിക്കണം.
ഇതിന് പിന്നെ പേയ്മെന്റ് ഇപ്പൊ കിട്ടൂലല്ലോ, അവിടെ നിന്ന് കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ കിടക്കട്ടെ. ജീഫത്തിൻ ബില്ലൈൽ, രാത്രി ശവമായി കിടക്കുന്നവർ, ആ വീട്ടിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. അതവന്റെ ജോലിയിലും അവന്റെ കച്ചവടത്തിലും കണ്ടു തുടങ്ങും, അവന്റെ വീടിനും അവന്റെ മക്കളിലും അത് കണ്ടു തുടങ്ങും. ജീഫത്തിൻ ബില്ലൈൽ. പിന്നെ പറഞ്ഞു ഹിമാരിൻ ബിന്നഹാർ, അള്ളാഹുവിന് വെറുപ്പുള്ള ആളുകളാണത്രേ, അള്ളാഹ്ക്ക് ദേഷ്യമാണ് എന്ന്. ഹിമാരിൻ ബിന്നഹാർ, പകലിൽ കഴുതകളെ പോലെ നടക്കുക, ഒരു ലക്ഷ്യമില്ലാതെ അലസമായിട്ട് ഇങ്ങനെ നടക്കുക. അതന്നെ ഒരു ലക്ഷ്യം, ഒരു കാര്യമായിട്ട് എന്താ പണി? ഒരു പണിയില്ല. റോഡിൽ അവര് വണ്ടി, ബൈക്കോ കാറോ എടുത്തവര് വണ്ടി റോഡിൽ ഇറങ്ങിയോ ലോകത്ത് വലിയ തിരക്കുള്ള ആളുകൾ അവരാണ്. ആ വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല. റോഡിലൂടെ പറപ്പിച്ച് മനുഷ്യന്മാരൊക്കെ ഇടങ്ങേറാക്കി ഹോണടിച്ചും ഓവർടേക്ക് ചെയ്തും പോയിട്ട് വല്ല ജ്യൂസ് കടൻ്റെ മുമ്പിലും പോയിട്ട് ജ്യൂസും കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. പടച്ചിറങ്ങി വല്ല പോലീസ് സ്റ്റേഷനിലോ വല്ല ആശുപത്രിക്കോ അല്ല എയർപോർട്ടിലേക്കോ ട്രെയിൻ പിടിക്കാനോ പോവുക, ഒന്നുമല്ല, വെറുതെ തിരക്ക് കാണിക്കുക. ഹിമാരിൻ ബിന്നഹാർ, ലക്ഷ്യബോധമില്ലാതെ മൃഗങ്ങളെ പോലെയുള്ള ജീവിതം. അത്തരം ആളുകൾ അല്ലാഹുവിനെ വെറുപ്പാണ്. പുണ്യനബി ഞങ്ങൾ പറയാം, ഒരു ജോലി അവർക്ക് ചെയ്യാനില്ല, ഒരു ലക്ഷ്യബോധമില്ല, പഠനവും ഇല്ല, ഇങ്ങനെ നടക്കുന്ന ആളുകൾ. പിന്നെ പറഞ്ഞു ആലിമിൻ ബിദ്ദുനിയാ ജാഹിലിൻ ബിൽആഖിറ. എന്തൊരു മനോഹരമായ വാക്ക്. ആലിമിൻ ബിദ്ദുനിയാ, ദുനിയാവിന്റെ ഭൗതികതയെക്കുറിച്ച് എല്ലാം അവർക്കറിയാം. ജാഹിലിൻ ബിൽആഖിറ, പരലോകത്തിന്റെ ഒരു വിവരവും അവർക്കില്ല. മൊബൈൽ ഫോൺ കൊടുത്താൽ നന്നാക്കി തരും, അവര് ലോക്ക് ചെയ്ത് അൺലോക്ക് ആക്കി തരും, ജാമായാൽ അവര് റെഡിയാക്കി തരും. എന്ത് കൊടുത്താലും അവർക്കത് റെഡിയാക്കി തരാൻ പറ്റും. ഭയങ്കര ഇൽമ, നെറ്റ്വർക്കും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ട്. ജാഹിലിൻ ബിൽ ആഖിറ. എങ്ങനെയാ വിത്രസ്കരിക്കേണ്ടത് അറിയില്ല. ദുഹാ നിസ്കാരം എത്രയാ അറിയില്ല. അത്തഹിയാത്ത് എങ്ങനെ മുഴുവൻ ഓതാ പഠിച്ചിട്ട്. കുനൂത്ത് അറിയോ? അതും അറിയില്ല. നന്മകളൊന്നും ആഖിറവുമായി ബന്ധപ്പെട്ട ഒരു ഇൽമുമില്ല. പക്ഷെ ദുന്യാവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൽമും പെർഫെക്റ്റ് ആണ്. ലോകത്തെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാരാരാ? അവരുടെ പേര്, അവരുടെ നാടും, അവരുടെ ഗോളും, അവരുടെ റെക്കോർഡുകളും എല്ലാം ഹിഫ്ളാ. ബദരീങ്ങളിൽ എത്ര ശുഹദാക്കളുണ്ട്? അംബിയാ മുർസലികളിൽ എത്ര മുർസലീങ്ങൾ, ഉലുൽ അസ്മുകൾ ആരാ? അതൊന്നും പഠിച്ചിട്ടില്ല. ദുനിയാവിന്റെ എല്ലാ ഇൽമുണ്ട്, ആഖിറത്തിന്റെ ഇൽമില്ലാത്തവർ അല്ലാഹുവിന് അവരെ ദേഷ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ അള്ളാഹുവിന്റെ കോപം അവരിൽ വന്നു ഭവിക്കുന്ന, പിന്നെ അവരിൽ നിന്ന് എന്ത് ഖൈറാ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹിന്റെ ദേഷ്യം സമ്പാദിച്ചു. ആഖിറത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഇൽമും അവർ പഠിപ്പിച്ചില്ല, നിങ്ങൾ അവർക്ക് പഠിക്കാൻ അവസരം കൊടുത്തില്ല. അല്ലാഹു ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅദരിൻ ജവാദ് സഖാബിൻ ബിൽ അസ്വാഖ് ജീഫത്തിൻ ബിൽ ലൈലി ഹിമാരിൻ ബിൻ നഹാർ ആലിമിൻ ബിദ്ദുനിയാ ജാഹിലിൻ ബിൽ ആഖിറ. അല്ലാഹുവിന് ദേഷ്യമാണ് കുല്ല ജഅദരിൻ, അഹങ്കാരത്തോടുകൂടെ നന്മകളെ നിരസിച്ചു കളയുന്ന ആളുകൾ. അവർക്ക് മുത്തക്കബ്ബിർ എന്ന് പറയാം, പരുഷ സ്വഭാവമുള്ളവർ. ജവാലിൻ, വാരിക്കോരിക്കൂട്ടണം, പണമുണ്ടാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന പിശുക്കന്മാർ, ഒരു നന്മക്കും കൊടുക്കാതെ വെക്കുന്ന ആളുകൾ. അത്തരക്കാർ അല്ലാഹുവിന് ദേഷ്യമാണ്. രാത്രിയിൽ ശവം കണക്കെ ഉറങ്ങുന്നവർ, പകലിൽ കഴുതയെപ്പോലെ ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നവർ. ഭൗതിക ജ്ഞാനം എമ്പാടുമുണ്ട്, ആഖിറത്തിന്റെ ജ്ഞാനം ഒന്നുമില്ലാത്തവർ. ഇവരെയെല്ലാം അല്ലാഹുവിന് വെറുപ്പാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ സ്വഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്നത് പോലും അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമല്ല, അതുപോലും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അതിപ്പോ നല്ല കാര്യം പറയാനോ അല്ലെങ്കിൽ ഹലാലായ വാക്കുകളോ ആയിരിക്കും ഉറക്കെ പറയുന്നത്. മോശപ്പെട്ട വാക്കിനെ കുറിച്ചല്ല പറഞ്ഞത്, അതോ എന്തായാലും പാടില്ലെന്നാണ്. ആക്ഷേപങ്ങള്, തോന്നിവാസം തോന്നിപ്പിക്കുന്ന അസഭ്യ വാക്കുകള് ഒരിക്കലും പാടില്ല. പുണ്യനബി പറയുകയാണ്, സിബാബുൽ മുസ്ലിമി ഫുസൂഖ്, മുസ്ലിമായ ഒരു മനുഷ്യനെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അല്ലാഹുവിന്റെ തൗഹീദിന്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ നിങ്ങൾ മോശമായി പറയുന്നത് ഫുസൂഖുൻ, അല്ലാഹു നിങ്ങളെ ഫാസിഖ് എന്ന് മുദ്രണം ചെയ്യും, മുദ്രകുത്തും. ഫാസിഖ് എന്നാ പറയാ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അവർ മാസം കണ്ടെന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ പറ്റൂല. നിക്കാഹിന് സാക്ഷിയായാൽ പറ്റൂല. കോടതിക്ക് മുമ്പ് സാക്ഷി പറയാൻ കൊണ്ട് ഫാസിഖിനെ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത പറയുന്ന ആളാണ്. അവൻ്റെ അക്കൗണ്ട് കാര്യം മനസ്സിലാവും, അവൻ്റെ സ്വഭാവം എന്താണെന്ന്, അവൻ വരുന്ന കമൻ്റ് എന്താണ്, അവരുണ്ടാക്കുന്ന എന്തൊരു മനോഹരമായിട്ട് എഴുതാന്നറിയോ? ഭയങ്കര രസമുള്ള എഴുത്താണ്.
കഥയും കവിതയും താളവും മേളവും ഉദാഹരണങ്ങളും ഇതൊക്കെ നിരത്തി വെച്ച് പഴയ കഥകളും മറ്റും പറഞ്ഞതും ഇയാൾ പറഞ്ഞതും നേരത്തെ ഉണ്ടായതും മുമ്പുണ്ടായതും ഒക്കെ പറഞ്ഞിട്ട് കലക്കി കുത്തിയിട്ട് ഒരു ഫിത്തിനയുടെ ഒരു വിളമ്പൽ ഫാസിക്കാവുന്നതാണ്. പുണ്യനബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്ക് എന്ത് ദീനീ പ്രവർത്തനം ചെയ്യാനാ? നല്ല കാര്യമുണ്ട്. പിശാച്ച് നമ്മളെ വഴിപഴപ്പിക്കല്ലേ, നമ്മൾ അറിയുന്ന പോലുമില്ല, നമ്മൾ ആവേശത്തിലാണ്. പിശാച്ച് നമ്മുടെ അമലുകളൊക്കെ ചോർത്തിക്കളഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ എഴുതി വെച്ച ചില വാക്കുകൾ ഒരു മുസ്ലിമിനെ അത് കഴിഞ്ഞിട്ടല്ലേ മുത്തഅല്ലിമും ആലിമും സയ്യിദും തങ്ങളൊക്കെ ആവുന്നത്. ഒരു മുസ്ലിമായൊരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ, അയാളുടെ ദേഹത്തെ, അയാളുടെ അഭിമാനം, അയാളത് കേട്ടാൽ വേദനിക്കുമോ അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാസിഖാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവമുണ്ട് മുഅ്മിനീങ്ങളെ. നമ്മൾ എന്തിനാ ഈ ലാഘവത്തോടുകൂടി ഇതിനൊക്കെ കാണുന്നത്? ദഅവത്ത് എന്ന് പറഞ്ഞിട്ടോ ദീനീ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടോ ഒന്നുപോലും നമുക്കിത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. സിബാബുൽ സാബ് മുഅ്മിനിൻ കൽ മുശ്രിഫി അലൽ ഹലക. മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത വിളിക്കുന്ന ആള് ഒരു കുഴിയിലേക്ക് വീഴാൻ പോകുന്നവനെ പോലെയാണ്. അവൻ വീഴുന്നത് അള്ളാഹുവിന്റെ കോപത്തിന്റെ കുഴിയിലേക്കാണെന്ന് മാത്രം. ഹബീബാ നബി തങ്ങൾ എത്ര ഗൗരവത്തിലാണ് പലിശയെക്കുറിച്ച് പറഞ്ഞത്. അറിയാലോ, പലിശയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കാറില്ലേ? പലിശകളിൽ ഏറ്റവും ചെറിയ പലിശ പോലും സ്വന്തത്തിന് ജന്മം തന്ന ഉമ്മയുമായി വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണെന്ന് വരെ ഹദീസിലുണ്ട്. എന്നിട്ട് ഞങ്ങൾ പറയാ ആ തരത്തിൽ ഗൗരവമുള്ള അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച പലിശ ഇടപാടുകളിൽ ഏറ്റവും മോശപ്പെട്ട പലിശ ഏതാണെന്നറിയുമോ? ഏതാ? അർബർ റിബാ ശത്മുൽ അറാദ്. അർബർ റിബാ ശത്മുൽ അറാദ്. പലിശകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് മനുഷ്യരുടെ അഭിമാനം തളർത്തിക്കളയുന്ന വിധം അവരെക്കുറിച്ച് മോശം പറയലാണത്രേ. അത് കുടുംബക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നാട്ടിലെ ദീനീ പ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനം തളർത്തിക്കളയുന്ന ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞത് ആ മനുഷ്യനെങ്ങാനും കേൾക്കാൻ ഇടവരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ ചെയ്തത് പലിശ ഉപയോഗത്തിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പലിശ പോലെയാണ്. അഭിമാനങ്ങൾ പിച്ച് ചീന്തപ്പെടുക. മനുഷ്യന്റെ വിചാരം സോഷ്യൽ മീഡിയയിൽ അവനവന്റെ അക്കൗണ്ട് തുറന്നിട്ട് ആരെയും എന്തും വിളിച്ചു പറയാം. ഇതെന്ത് സംസ്കാരമാണ്? മുസ്ലിമീങ്ങളത് ചെയ്യരുത്, മുസ്ലിമീങ്ങളത് ചെയ്യരുത്. അതൊക്കെ ലൈസൻസ്, ഞങ്ങൾക്ക് എന്തിന് ലൈസൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന പല ചിന്തക്കാരുണ്ടാവും. മുസ്ലിം ഇത് ചെയ്യരുത്. എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും? ആരെയും വേദനിപ്പിക്കാതെ, ആരെയും ആക്ഷേപിക്കാതെ, ആരെയും പേരെടുത്ത് പറഞ്ഞ് നോവിക്കാതെ, ആരുടെ മനസ്സിലേക്കും വേദനയുടെ കൈപ്പിനീരുകൾ ഇട്ടുകൊടുക്കാതെ എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. പിശാച് നമ്മളെ തളർത്തിക്കളയല്ലേ. ബഅ്സുഹും ബൈനഹും ഷദീദ്. നമ്മളെ തന്നെ കുത്തി നോവിച്ച് വലിച്ചു കീറിയിട്ട് എന്താ നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഫാസിക്കായി പോവല്ലോ. അത് മതിയെങ്കിലും ഓക്കെ. പുണ്യനബി പറയാ, ഫാസിക്കാവും മോനെ. ഫാസിക്ക് എന്നാ നിന്റെ പേര്, ഫാസിഖ്. ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ. ഒരു മുസ്ലിമിനെ കൂലിപ്പണിക്ക് പോണ ആളായിരിക്കാം, നിങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ, ഈ ആക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരു മനുഷ്യനിൽ ഉള്ളത് പറയലാണ് ഗീബത്തും നമീമത്തും. അത് ഉള്ളത് തന്നെയല്ലേ എന്ന് ചോദിക്കും. ഉള്ളത് പറയാൻ പാടില്ല എന്നാ. ആ മനുഷ്യനോട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പൊതുവേദിയിൽ അവതരിപ്പിക്കുകയാണോ? സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുകയാണോ? നിങ്ങൾ ഫിസ്കിൽ പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫാസിഖാണ് എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഫാസിഖായ ഒരു മനുഷ്യൻ എന്ത് നിങ്ങളോട് പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. അപ്പൊ എന്തായി? മുസ്ലിം ബഹുജനങ്ങളിൽപ്പെട്ട ആളുകളെ, സാധാരണക്കാരെ പോലും, അത് കഴിഞ്ഞിട്ട് ബാക്കി ആലിമീങ്ങളെയും ദഅവത്ത് ചെയ്യുന്നവരെയും ദീനിന്റെ ഖാദിമീങ്ങളെയും അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളെയും ഇതൊക്കെ ആക്ഷേപിക്കുന്നവരുടെ കാര്യം എന്താ ആലോചിച്ചാൽ മതി. ഒരു സാധാ മുസ്ലിമിനെ ആക്ഷേപിച്ചാൽ ആൾ ഫാസിഖായി മാറും. പിന്നെ അയാൾ എന്തെഴുതിയാലും വിശ്വസിക്കാൻ പാടില്ല എന്നാ. ഫതബയ്യനു, ഇവിടെ നിന്ന് ഇറക്കരുത്. കാരണം ഫാസിഖിന്റെ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്.
ഇങ്ങനത്തെ എത്ര ആളുകളുണ്ട് നമുക്കിടയിൽ. അള്ളാഹു ബോധം നൽകട്ടെ. ഇതിന് അത്ഭുതം എന്താണെന്നറിയോ? ഈ പറഞ്ഞ പണി ചെയ്യുന്ന ഒറ്റൊരുത്തനും ഇത്തരം കാര്യങ്ങൾ കേൾക്കൂല, അവരതിനെപ്പറ്റി ചെവിയും കൊടുക്കൂല. അവരിപ്പോഴും വേറെ നാലാളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോൾ. അതാണ് അത്ഭുതം. അവരത് കേൾക്കുന്ന പോലുമില്ല, അവരറിയുന്ന പോലുമില്ല. അള്ളാഹു തൗഫീക്ക് കൊടുക്കണില്ല എന്നാണ്. അള്ളാഹു അൽ മഹ്റൂമു മൻ ഹുരിമ റഹ്മത. അള്ളാഹിൻ്റെ റഹ്മത്ത് നഷ്ടപ്പെട്ടവനേക്കാളും ഇവിടെ നഷ്ടം പറ്റിയവൻ ആരാ ഉള്ളത്? അള്ളാഹു അങ്ങനെ റഹ്മത്തിൽ നിന്ന് ദൂരെയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സതുപദേശം പോലും കേൾക്കാൻ അവർക്ക് അവസരം ഉണ്ടാവില്ല. പറഞ്ഞ പോലും അഹങ്കാരം കൊണ്ട് ജഅദരിയായിരിക്കും, സ്വീകരിക്കാൻ തോന്നൂല അവർക്ക്. അപ്പം പറഞ്ഞവനങ്ങോട്ട് കുറച്ച് ചീത്ത പറയാം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവെ ബോധം നൽകണേ പടച്ചവനെ. ആമീൻ. അതദുറൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവനെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഹബീബായ നബി തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നു. ആരാ പാപ്പരായവൻ? നമ്മൾ പറയുന്നത് ബാങ്ക് ജപ്തി ചെയ്തിട്ട് പെര നഷ്ടപ്പെട്ടു പോയവൻ, കടത്തിൽ മുങ്ങിയിട്ട് നാട്ടുകാരെ പിരിവിട്ട് വീട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നവർ, രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പണമില്ലാഞ്ഞിട്ട് ഇന്നാൾക്ക് വേണ്ടി ചികിത്സാ സഹായ പദ്ധതി എന്നൊരു കൂട്ടായ്മയുണ്ടാക്കിയ ആളുകൾ, ഇവരൊക്കെ പാപ്പരന്മാരാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയാ? നിങ്ങൾ പറഞ്ഞു അവരൊന്നല്ല. ആരാ മുഫ്ലിസ് എന്നറിയോ? ആരാണ്? ഹു ഈസ് ദ റിയൽ ബാങ്ക്റപ്റ്റ്? ഏറ്റവും വലിയ പാപ്പരെന്ന് പറയുന്ന ആൾ, ബാങ്ക്റപ്റ്റ് എന്നതിന് പറയാം മുഫ്ലിസ്. ആരാ? ഏറ്റവും വലിയ പരാജയപ്പെട്ട ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ ആൾ ആരാണെന്നറിയാം. ഏറ്റവും വലിയ ദരിദ്രനാരാണ്? ഒരുപാട് നിസ്കാരവും കുറേ സുന്നത്ത് നോമ്പും കുറേ മജ്ലിസുന്നൂറും കുറേ ദിക്റുകളും കുറേ സ്വലാത്തും അതിനിടയ്ക്ക് കുറച്ച് ഉംറയും റമളാനിൽ കുറച്ച് കരച്ചിലും അവസാനത്തെ പത്തിൽ കുറച്ച് ഇത്തികാഫും ഇതൊക്കെ കയ്യിലുണ്ട്. വഖദ് ശതമ ഹാദാ, അതോടൊപ്പം കുറേ ആൾക്കാരെ കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നു. വഖദഫ ഹാദാ, വേറെ ആളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു. വസഫക ദമ ഹാദാ, ചില ആളുകളെ ഉപദ്രവിച്ചിരുന്നു, ചില ആളുകളുടെ സമ്പത്ത് അപഹരിച്ചിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് പരലോകത്തേക്ക് വരുമ്പോഴേ അയാൾ ചെയ്ത നിസ്കാരം നോമ്പും നല്ല കാര്യങ്ങളൊക്കെ വിസ്തരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അയക്കും എന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോ അതാ ഒരാൾ വരുന്നത്, അല്ലാഹുവേ എന്നെ ഇവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇങ്ങനെ വരും, വാട്സപ്പ് ഇങ്ങനെ വന്നങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇറങ്ങി ആലോചിക്കുക എന്തായിരിക്കും എൻ്റെ അവസ്ഥ. ഇതൊക്കെ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞതാണ്, എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. പകരം തരണം പടച്ചവനെ, നീ പുറത്തു കൊടുക്കൂല റബ്ബേ, ഞാൻ ഇവിടെ നിന്ന് കണക്ക് തീർക്കാൻ വെച്ചതാണ്, അതുകൊണ്ട് അവന്റെ അമലിങ്ങോട്ട് വേണം എനിക്ക്. അവര് 10-20 കൊല്ലത്തെ റമളാനിന്റെ അവസാനത്തെ പത്ര ഇത്തികാഫ് പോയി. ലൈലത്തുൽ ഖദറിൽ കുറച്ച് കരഞ്ഞിരുന്നു, അതും പോയി. ഒരു തസ്ബീഹ് നിസ്കാരം കൊല്ലത്തിൽ 1 നിസ്കരിച്ചിരുന്നു, അതും പോയി. പിന്നെ ഒരു 4-5 ഉംറയും കൊടുത്തു, എൻ്റെ കിട്ടിയില്ല പോയിക്കോ. എന്നാ പിന്നെ ബാക്കിയുള്ള അമല് കൊണ്ട് പോകാൻ നിൽക്കുമ്പോ അടുത്ത ആള്, പടച്ചവനെ എന്നെയും പറഞ്ഞിരുന്നു റബ്ബേ, ഇവന് തന്നെയായിരുന്നു പരിപാടി, എനിക്ക് വേണം അവന്റെ അമല് വേണം, സൽക്രമം വേണം റബ്ബേ. കുറേ നിസ്കാരം നോമ്പും ദിക്റും അയാൾക്ക് കൊടുത്തു. അപ്പൊ അടുത്ത ആള് വന്നു. ഇങ്ങനെ വന്ന് 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 ഇവന്റെ നന്മകൾ മുഴുവൻ ചോർന്നു, നീ കൊടുക്കാനില്ല. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ഈ പരാതിയുമായി വന്ന ആളുകളുടെ തെറ്റുകൾ ഇവനോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയും, ആ പറഞ്ഞതിന് തുല്യമായ തെറ്റുകൾ. എന്നിട്ട് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയും. അവനാണ് പാപ്പരായവൻ, അവനാണ് മുഫ്ലിസ്, അവനാണ് റിയൽ ബാങ്ക്റപ്റ്റ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, കർമ്മങ്ങൾ ഉണ്ടാക്കാൻ എത്ര ത്യാഗം ചെയ്യണം. ഉംറ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമാണോ? വലിയ പ്രയാസമാണ്. നടക്കണം, തളരും, ഉറക്കുണ്ടാവില്ല, ഭക്ഷണം കിട്ടൂല, മസിൽ കയറും, ബാക്ക് പെയിന് വരും. ഹജ്ജ് വലിയ ത്യാഗമാണ്, വലിയ ത്യാഗമാണ്. ഉംറ ത്യാഗമാണ്, ഹജ്ജ് വലിയ ത്യാഗമാണ്. അറിയില്ലേ, 10-15 കിലോമീറ്റർ നടക്കണം ചൂടിൽ. ഇതൊക്കെ ചെയ്തു വന്നിട്ട് നാവുകൊണ്ട് മനുഷ്യന്റെ ഒരു മനുഷ്യൻ കേട്ടാൽ അയാൾ ഇഷ്ടപ്പെടാത്തത് സത്യമാണോ ന്യായമാണോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്തോ ആകട്ടെ, ഒരു മനുഷ്യനെ കുറിച്ച് മോശം വിചാരിക്കപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമലൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടേ അതിന്റെ ഗൗരവം എത്രയാണ്. നമ്മളൊരു സംസ്കാരത്തിന്റെ ആള്, പുണ്യനബി നമ്മളത് പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് ഉപദേശം കൊടുക്കുന്നു, വസിയത്ത് നൽകുന്നു, ഇത്തഖില്ലാഹ്, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടണമേ. എന്നിട്ട് പറഞ്ഞു, വഇനിംറുഉൻ ശതമക ഔ അയ്യറക ബിഅംരിൻ ലൈസ ഹുവ ഫീക്,
നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഒരാൾ നിങ്ങളെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ